ഇതെന്താണെന്നറിയോ? ഇതാണ് കൊക്കോ പഴം, ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോ ഫ്രൂട്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കയ്യിൽ ഇങ്ങനെ കിട്ടുന്നത്. കുറേ നാളെ വീഡിയോയിലെല്ലാം കാണുന്നുണ്ടെങ്കിലും കയ്യിൽ കിട്ടുന്ന ആദ്യമായിട്ടാണ്. ഇതിൻ്റെ ഉൾവശം എങ്ങനെയെന്ന്, മധുരം ഉണ്ടാ, ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരട്ടാ. ഇതിങ്ങനെയാണോ കട്ടയിൽ നിന്നൊന്നും അറിയില്ല, ആദ്യമായിട്ട് കിട്ടുക കേട്ടോ. ഉള്ളിലെന്തോ ഉണ്ട്, അതിൻ്റെ ഫ്രൂട്ട് ഉണ്ട്. ടേറ്റിന് മുറിക്ക്. എന്തായാലും ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും ഇത് കണ്ടിട്ടും കഴിച്ചിട്ടെല്ലാം ഉണ്ടാവും അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നതും തൊടുന്നതും കഴിക്കുന്നതെല്ലാം. ഇത് ആവർത്തിച്ച് പറയാൻ കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതൊന്ന് കിട്ടാനും ടേസ്റ്റ് നോക്കാനും ഇതെങ്ങനെയാണെന്ന് അറിയാനല്ലോ. പക്ഷെ ഇതുവരെ ഇതിനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ എടുത്തത്. ചില ആളുകൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതിന് ഇത്രമാത്രം കാണിക്കാൻ എന്തിരിക്കുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ആണോ അതോ മഴയെല്ലാം കൊണ്ടിട്ട് കുറച്ച് വെള്ളം കയറിയതുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ റംബൂട്ടാൻ ഫ്രൂട്ടിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് ആയിട്ട് നമ്മൾക്ക് തോന്നിയത്. ഏകദേശം ആ ഷേപ്പും ആ ഒരു സ്ലിപ്പാകുന്ന ഒരു പഴുപ്പും ആ വൈറ്റ് കളറും ഏകദേശം എല്ലാം ഒരു റംബൂട്ടാൻ്റെ ടച്ച് എനിക്ക് തോന്നിയത്. മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് അറിയില്ല. ഇനി മഴ കൊണ്ടിട്ടാന്ന് ആവാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ആയിരിക്കില്ല. പിന്നെ കുരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുരുവാണ്. ആ കുരു ആയിരിക്കാം ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മെയിൻ കാരണക്കാരനെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇതിപ്പോൾ ജസ്റ്റ് എൻ്റെ ബ്രദർ എവിടെയോ ട്രിപ്പിന് പോയപ്പോൾ ഞാനിങ്ങനെ എല്ലാം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു 2 പീസ് അതിൽ കാണിച്ചു തരാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ്. ശരിക്കും ഇത് ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യുന്നത് എവിടെയെന്ന്, കായ്ക്കുന്നത് എവിടെയെന്ന്, അല്ലെങ്കിൽ ഇത് ചോക്ലേറ്റ് ആയിട്ട് പരിണമിക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് അതിനെക്കുറിച്ച് ഒന്നും എനിക്ക് കൂടുതലായിട്ട് അറിവില്ല കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അത് പുതിയ ആളുകൾക്ക്, അറിയാത്ത ആളുകൾക്ക് അറിയാനും കൂടി അതൊരു സഹായമാവുമല്ലോ.